ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ വിശുദ്ധ കുർബാനയുടെ പ്രധാന കാർമ്മികനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ പ്രസിഡന്റുമായ അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവേ, അഭിനന്ദരായ പിതാക്കന്മാരെ, സഹോദര വൈദികരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, കേരള സഭയുടെ പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ഒരാളിനെ അവതരിപ്പിക്കുന്നതിനും ഒരാളിലേക്ക് പൂർണ്ണമായി ഹൃദയം കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി നൽകപ്പെട്ട പരിശുദ്ധാത്മ നിവേശിതമായ വരകളും പ്രവചനങ്ങളും സാക്ഷ്യങ്ങളും പഠനങ്ങളും പ്രബോധനങ്ങളും വാഗ്ദാനങ്ങളും അടങ്ങുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ നമ്മുടെ ഇടയിൽ വരുന്നതിനെ സൂചിപ്പിക്കുന്ന അതിൻ്റെ ഒന്നാം ഭാഗവും അവിടുന്ന് ആരെന്ന് നമ്മെ അറിയിക്കുന്ന അതിൻ്റെ രണ്ടാം ഭാഗവും അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരാനിരിക്കുന്ന ആ വലിയ ദർശനത്തെക്കുറിച്ചുള്ള സൂചനകളും നൽകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. നാം ഒരു മഹാജൂബിലിയുടെ ആഘോഷത്തിൽ സാർവത്രിക സഭയോട് ചേർന്ന് കേരള സഭയായി ഈ ത്രോണോസിന് ചുറ്റും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രത്യാശയുടെ മഹാജൂബിലിയിൽ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കേരള സഭയായി ദൈവത്തെ സ്തുതിക്കുന്നതിന്, കർത്താവായ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന്, ഈ അനുഭവം ലോകത്തിന് വിശ്വാസത്തോടും ബോധ്യത്തോടും വിട്ടുപിരിയാത്ത ആത്മബന്ധത്തോടും കൂടി പകരുന്നതിന് നമുക്കുള്ള നിയോഗത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ ജൂബിലിയും. എല്ലാ ജൂബിലിയും അവിടുത്തെ തിരുനാമത്തിലേക്കുള്ള അവിടുത്തെ രക്ഷയുടെ വ്യാപാരങ്ങളെക്കുറിച്ചുള്ള ബോധപൂർവമായ സ്വീകരണത്തിന് നമ്മെ ഒരുക്കുന്ന അനുഭവങ്ങളാണ്. മഹാജൂബിലിയുടെ പ്രത്യാശ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കേരള സഭ ഒരുങ്ങി വന്ന വലിയ നവീകരണ ശുശ്രൂഷയുടെ സമാപനമാണിത്. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമേനിയോട് ചേർന്ന് ആഗോള സഭയുടെ ഭാഗമായി അപ്പസ്തോലിക സഭയായി നാം കേരള സഭയായി ജൂബിലിയുടെ ഈ സന്ദേശം സ്വീകരിച്ച് അത് പകരുവാൻ നാം ഒരുങ്ങുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, അതിനെ നിർബന്ധിക്കുന്ന സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലാണ്. കർത്താവിനോട് നന്ദി പറയാം. നമ്മെ ഇപ്രകാരം അവിടുത്തെ ജനമായി തെരഞ്ഞെടുക്കപ്പെട്ടവരായി സ്വീകരിച്ചതിന്. നാം സ്വീകരിക്കപ്പെട്ടവരാണ്, മുദ്രയിടപ്പെട്ടവരാണ് ലോകത്തിൽ ഈ അടയാളം പേറുന്നതിന്. ഇസ്രായേൽക്കാർ അവരുടെ ഭവനങ്ങളിൽ വാതിലിൻ്റെ കട്ടളപ്പടിയിൽ അവർ ലഭിച്ച മുദ്രയാൽ രക്ഷപ്പെട്ടു. നാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ലോകത്തിൽ അറിയപ്പെടുന്നവരാണ്. കുരിശിന് വലം വയ്ക്കുന്നവരും കുരിശുമായി പ്രദക്ഷിണം നടത്തുന്നവരും കുരിശിലേക്ക് നോക്കി പ്രയാണം ചെയ്യുന്നവരും തീർത്ഥാടകരും ജൂബിലിയുടെ പ്രത്യാശ പങ്കുവയ്ക്കുന്നവരുമാണ്.
നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവ് നിർവഹിക്കുന്ന ഏതാനും ശുശ്രൂഷയുടെ ഒരു വിവരണമായി മാത്രം നാം കാണരുത്. നമ്മുടെ കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ചില അടയാളങ്ങളായി മാത്രം അത് പരിമിതപ്പെടുവാൻ പാടില്ല. ദൈവപിതാവ് അവിടുത്തെ പുത്രനിലൂടെ ലോകത്തിന് നൽകിയ രക്ഷയുടെ തുടർച്ച സാധ്യമാക്കുന്നതിനാണ് സഭയിൽ എല്ലാ ശുശ്രൂഷകളും ക്രമീകരിക്കപ്പെടുക. കർത്താവിൽ അറിയിക്കപ്പെട്ടത്, കർത്താവ് അറിയിക്കുവാൻ നമ്മെ ഭരമേൽപ്പിച്ചത് വീണ്ടും തുടരണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് അങ്ങനെ പറയുന്നതിന് കാരണമുണ്ടല്ലോ. ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിൻ്റെ പ്രതിരൂപമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ആരെന്ന് നാം തിരിച്ചറിയുന്ന ഈ ദൈവത്തെ ലോകത്തിൻ്റെ മുൻപിൽ സമർപ്പണത്തോടെ നാം വീണ്ടും അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്തിനാണ് ഈ പ്രത്യാശയുടെ ജൂബിലി? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിച്ചം എപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അന്ധകാരത്തിലിരുന്ന ജനത ഒരു വലിയ വെളിച്ചം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വേദഭാഗം പ്രത്യാശയുടെ ഒരു വലിയ അടയാളമായി നിൽക്കുകയാണ്. വിഭജിതമായ ലോകത്ത് ദൈവം കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച്, ദൈവം ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച്, അകന്നുപോയവരെ തന്നിലേക്ക് ചേർക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അവിടുത്തെ പുത്രൻ്റെ പാഠവും പ്രബോധനവും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സിദ്ധിയും സത്തയും നാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രത്യാശ ലോകത്ത് തുടരുന്നത് ദൈവത്തെ നാം കൂടുതൽ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും പകരുന്നതിനുമാണ്. നമ്മുടെ സുവിശേഷ പ്രഘോഷണം മാത്രമല്ല, നമ്മുടെ സഭയിലെ സകല ശുശ്രൂഷകളും പ്രത്യാശയുടെ പ്രഘോഷണമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിയോഗം നമ്മെ സ്വർഗമേൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ അത് ഏറെ വാത്സല്യത്തിലും കരുതലിലുമാണ്. ജൂബിലിയുടെ കവാടം തുറക്കുന്നത്, അതിലൂടെ പ്രവേശിക്കുന്നത്, ജൂബിലിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നാം പ്രത്യാശയുടെ പ്രചാരകരും പ്രഘോഷകരുമായി ലോകത്ത് കാണപ്പെടുന്നതിനാണ്. അന്ധകാരം നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ പ്രകാശമാണ് എന്ന് ലോകത്തോട് നമ്മെ അടയാളപ്പെടുത്തി കർത്താവ് പറഞ്ഞത് ഒരു വിശേഷണമല്ല, സത്താപരമായ നമ്മുടെ അവസ്ഥയെ പഠിപ്പിക്കുന്നതിനാണ്. നമുക്കും മറ്റുള്ളവർക്കും പ്രത്യാശയുടെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇത് ദുഷ്കരമായ ഒരു ശുശ്രൂഷയാണ് എന്നത് നാം മറക്കുന്നില്ല. അസാധ്യമായതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാധ്യമായ ശുശ്രൂഷയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതകാലത്ത് അനേകർ കർത്താവിൽ നിന്ന് അകന്നുപോയി. അവിടുത്തെ ശരീരവും രക്തവും അനുഭവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇടർച്ചയുണ്ടായവർ പിരിഞ്ഞുപോയപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ പോകുന്നില്ലേ? പ്രത്യാശയുടെ വാക്കാണ് അവിടെ ശിഷ്യന്മാരുടെ നാവിൽ നിന്ന് വരിക. ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചസ്സുകൾ അവിടുത്തെ പക്കലാണല്ലോ. പ്രിയപ്പെട്ടവരെ, ലോകം വിഭജിതമായും അന്ധകാരത്തിൻ്റെ പിരിമുറുക്കത്തിലും മരണസംസ്കാരത്തിൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങുന്നു എന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ലോകത്തിന് പ്രത്യാശ കൊടുക്കാൻ ആർക്ക് കഴിയും? വെളിവ് നിറഞ്ഞിരിക്കുന്ന യേശു തമ്പുരാൻ അല്ലാതെ മറ്റാർക്കാണ്? വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത്
അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ധകാരത്തിലിരിക്കുന്ന നാം പ്രകാശമായി കാണുന്നത് ദൈവപുത്രനെയാണ്. പ്രിയപ്പെട്ടവരെ, നാം കേരള സഭയായി ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ജനത്തെക്കുറിച്ച്, അവരുടെ മോചനം, അവരുടെ കാഴ്ചശക്തി, കേൾവിശക്തി, അവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നത്, ഇതെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരമായ ശുശ്രൂഷയായി മാത്രം നാം ചിന്തിക്കുമ്പോൾ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് ഭാഗികമായ സാക്ഷ്യമാണ് നാം നൽകുക. ഗോഡ് സേവിങ് ആക്ട് സ്റ്റിൽ കണ്ടിന്യൂസ്. കർത്താവ് അത് പൂർത്തീകരിച്ചെങ്കിലും അത് തുടരേണ്ടുന്നത് നമ്മിലൂടെയാണ്, സഭയിലൂടെയാണ്. അതിന് സഭ കർത്താവിനെ നോക്കി ലോകത്തോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് പറയുവാൻ ലോകത്തിന് കഴിയും? അതേ, നാം ഒരു വലിയ പ്രത്യാശയുടെ സുവിശേഷം ലോകത്തിന് കൊടുക്കണമെന്നാണ് ഈ മഹാജൂബിലിയിൽ സ്വർഗം ആഗ്രഹിക്കുക. ആയിരക്കണക്കിന് തീർത്ഥാടകർ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ കവാടത്തിൽ, ജൂബിലി കവാടത്തിലൂടെ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ളവർ വരികയും സംതൃപ്തിയോടെ തിരികെ പോവുകയും ചെയ്യുന്ന വലിയ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രത്യാശയുടെ ജൂബിലി നമുക്ക് തുടരുവാൻ കഴിയുക? തിരുസഭ പ്രത്യാശയുടെ സാക്ഷ്യമായി, തിരുസഭയിലെ ശുശ്രൂഷകർ പ്രത്യാശയുടെ പ്രചാരകരായി, അടയാളപ്പെടുത്തപ്പെട്ടവരായി രൂപാന്തരപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മെ നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനവും തിരുസഭ ഇന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്നതുമായ പരിവർത്തനത്തിൻ്റെ, രൂപാന്തരീകരണത്തിൻ്റെ ഒരു പാഠം. നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ നന്ദിയോടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ രൂപാന്തരീകരണ ശുശ്രൂഷയും രൂപാന്തരപ്പെടുത്തുവാനുള്ള മനസ്സിൻ്റെ സമർപ്പണവും അതിനായുള്ള മുന്നോട്ടുള്ള തീർത്ഥാടക സമൂഹമായി സമർപ്പണ ബുദ്ധിയും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപയോടെ പരിശുദ്ധാത്മ മുഖാന്തരം ലഭിക്കുമാറാകട്ടെ. നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവം ഏറ്റവും ശക്തനാണ്. നാം പറയാറുണ്ടല്ലോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാകുന്നു. ദൈവ നടത്തിപ്പിനെ കുറിച്ച്, ദൈവം പരിപാലിക്കുമെന്നതിനെ കുറിച്ച് ലോകത്തോട് പറയുവാൻ നമുക്ക് കഴിയുന്നത് അവിടുത്തേക്ക് അത് സാധ്യമാണ് എന്ന് തലമുറയായി കൈമാറിത്തന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ്. അവിടുത്തേക്ക് സാധ്യമാണ് പ്രകാശത്തിൽ, പ്രത്യാശയിൽ നമ്മെ നിറയ്ക്കാൻ. നാം ബോധ്യമുള്ളവരും സമർപ്പണ ബുദ്ധിയിൽ മുന്നേറുന്നവരും തിരുസഭയായി, തീർത്ഥാടക സമൂഹമായി വ്യാപരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും, നമ്മുടെ വിശുദ്ധീകരണം വഴി ലോകം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാലയളവ്. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, സേവന മേഖലകൾ, നമ്മുടെ സാധ്യതകളെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്നാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ ചിത്രം നാം മറക്കേണ്ടതില്ല. അത് ദുർബലനായ ഒരുവൻ്റെ അടയാളമല്ല, ലോകത്തെ വിശുദ്ധീകരിച്ച, ലോകത്തെ ജയിച്ചവൻ്റെ സജീവമായ രൂപമാണ്. ഈ ലോകത്തിന്, ഈ കാലഘട്ടത്തിന് മനസ്സിലാക്കുവാനാവാത്ത അത്ഭുതകരമായ രൂപാന്തരീകരണ ശക്തിയുള്ള ഈ കാഴ്ച കാണുന്നതിനും ലോകത്തിന് കൊടുക്കുന്നതിനുമാണ്
നമ്മുടെ പൗരോഹിത്യവും മഹാപുരോഹിത ശുശ്രൂഷയും സമർപ്പണ ജീവിതവും നമ്മുടെ അടിസ്ഥാന ഗാർഹിക സഭയുടെ ദൗത്യവും വളർച്ചയും എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം പരിശുദ്ധാത്മ നടത്തിപ്പിന്. നാം തിരിച്ചറിവില്ലാത്തവരെ പോലെ വ്യാപരിക്കരുതെന്ന് നമ്മെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നു. നാം കൃപ സ്വീകരിച്ചവരും കൃപ ഭരമേൽപ്പിക്കപ്പെട്ടവരുമാണ്. പ്രത്യാശ കൊടുക്കാനുള്ള കൃപ ലഭിച്ചവരാണ് നാം അത് നിർവഹിക്കുവാൻ കടപ്പെട്ടവർ. തിരിച്ചറിയാതെ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ കൂടിവരവിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂടിവരവ് കേരള സഭയ്ക്ക്, കേരള ദേശത്തിന് പ്രത്യാശ കൊടുക്കുന്നതിന് ഇടയാകട്ടെ. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ നമ്മുടെ കർത്താവ് പ്രത്യാശ നൽകി നമ്മുടെ സഭാ സമൂഹങ്ങളെയെല്ലാം കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയുടെ പൊതുവായ ജൂബിലി ആഘോഷമായി പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, അവിടുത്തോട് ചേർന്ന് നിൽക്കാം. വിപുലമായ വലിയ ഒരു സംവിധാനമാണ് ജൂബിലിക്കായി നാം ആഗ്രഹിച്ചത് എങ്കിലും പല കാരണങ്ങളാൽ അത് 2 പ്രാവശ്യം മാറ്റി ക്രമീകരിക്കേണ്ടി വന്നു എന്നത് നാം ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ സഭയായി പ്രത്യാശയുടെ ജൂബിലി നാം ആഘോഷിക്കുന്നതിന് സ്വർഗത്തിന് ഒരു കാരണമുണ്ട് എന്നത് ഉറപ്പാണ്. നാം അത് പ്രാർത്ഥനാപൂർവം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ദൗത്യം. നമ്മെ പൂർണ്ണമായി വിശ്വസിച്ച് ഈ ചെറു സമൂഹത്തിൻ്റെ ഈ പ്രാതിനിധ്യ സ്വഭാവത്തെ സ്വർഗം വളരെ ഗൗരവമായി ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു എന്നത് നമുക്ക് മറക്കാതെ ഇരിക്കാം. നാം പ്രത്യാശ കൊടുക്കുന്ന സുവിശേഷത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ അടയാളമായി വ്യാപരിക്കുന്നതിന് സ്വർഗം ആഗ്രഹിക്കുന്നത് അപ്രകാരം പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് പറഞ്ഞ് സ്വീകരിക്കാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവം നമ്മെ സമൃദ്ധമായി, നമ്മുടെ ദേശത്തെ സമൃദ്ധമായി, നമ്മുടെ സഭയെ അവിടുത്തെ കൃപ കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.